ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മാസൂമാണ്. കാർബൺ ബ്ലൂ ഗ്ലോബൽ എന്ന കമ്പനിയിൽ 5+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് മാസൂമിനുള്ളത്. ക്വാണ്ടിറ്റി സർവേയിങ് ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ മാസൂം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ഫീൽഡ് നോക്കുകയാണെങ്കിലും ആ ഫീൽഡിൽ നമ്മൾ ഫിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് റെഡ് ഫ്ലാഗ്സ് ഉണ്ടാവും. അപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് ഫീൽഡിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു ഫീൽഡിൽ ഫിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്? ബേസിക്കലി റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫീൽഡ് നമുക്ക് ഫിറ്റ് അല്ല എന്നുള്ളൊരു ഇതാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സേ പെർട്ടിക്കുലർലി ഇൻ ദ ക്വാണ്ടിറ്റി സർവേയിങ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. അപ്പൊ നാച്ചുറലി നമുക്ക് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയോട് ഒരു താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നാച്ചുറലി നമുക്ക് അതിൽ സക്സീഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതാണ് ഫണ്ടമെന്റൽ. പിന്നെ അതല്ലാണ്ട് പിന്നെ വൺസ് അഗൈൻ ഒരു ഫണ്ടമെന്റൽ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്പേഴ്സ് ആയിട്ടാണ് മേജർലി ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മാത്തമാറ്റിക്സിനോട് വലിയ താല്പര്യമില്ല, നമുക്ക് കാൽക്കുലേഷൻസിനോട് അധികം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ടാവും ഈ ഫീൽഡിൽ സക്സീഡ് ചെയ്യാൻ. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ QS വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെറ്റ്സ് സേ നമ്മൾ എടുക്കുന്ന മെഷർമെന്റ്സ് ആക്യുറേറ്റ് ആവുക, പ്രിസൈസ് ആവുന്നത്. അപ്പോൾ വൺസ് അഗൈൻ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും നമുക്ക് QS ഫീൽഡിൽ ബ്രേക്കിംഗ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സോഫ്റ്റ് സ്കിൽസിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ കണ്ടമാനം സ്റ്റേക്ക് ഹോൾഡേഴ്സിനായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യേണ്ടി വരും ഒരു QS റോളിലാവുമ്പോൾ. അപ്പോൾ കാരണം അതിനനുസരിച്ച് ആ കൊളാബറേഷനിലാണ് നമ്മൾ പ്രൊജക്ട് ബഡ്ജറ്റ് അനുസരിച്ച് പ്രൊജക്ട് ടൈം ലൈൻ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നത് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റുക. അപ്പൊ അതില്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും വർക്ക്ഔട്ട് ആവില്ല. വൺസ് അഗൈൻ ഇതും ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആവാന്നുള്ളതാണ്. ഫ്ലെക്സിബിലിറ്റിക്ക് നമുക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ കണ്ടമാനം പ്രശ്നങ്ങൾ നമുക്കൊരു QS ഫീൽഡിൽ ഉണ്ടാവും. കാരണം നാച്ചുറലി ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റില് നമുക്ക് കോൺട്രാക്ച്വൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാം. വൺസ് അഗൈൻ കുറെ ഇഷ്യൂ റെസൊല്യൂഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ മേ ബി കുറെ പുതിയ സോഫ്റ്റ്വെയർസ് വരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വൺസ് അഗൈൻ നമുക്ക് ഈ ഫീൽഡ് പ്രോഗ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ മേ ബി അറ്റ് സം പോയിന്റ് നമ്മൾ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് നമ്മൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എല്ലാത്തിനും സ്ട്രിക്ട് ഡെഡ് ലൈൻസും ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ ചില പ്രോജക്റ്റിന്റെ BOQs ഡേറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഒരു പ്രോജക്റ്റ് മാത്രമായിരിക്കില്ല ഡീൽ ചെയ്യാം. നമുക്ക് കണ്ടമാനം പ്രോജക്ട്സിന്റെ കണ്ടമാനം ഇഷ്യൂസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഫിക്സഡ് ടൈം ലൈൻസ് ഉണ്ടാവും. അപ്പോൾ ആ ടൈം ലൈനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും വൺസ് അഗൈൻ നമുക്ക് സക്സീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ കോമൺ പ്ലേസ് ആണ് കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സും നമ്മുടെ പ്രോജക്ട് ഇഷ്യൂസും സബ് കോൺട്രാക്ടേഴ്സിനായിട്ടുള്ള ഇഷ്യൂസും ഒക്കെ കോമൺ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിന് റെഡി ആയിട്ട് ഇരിക്കണം. തിങ്സ് വിൽ ഗോ റോങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നമ്മൾ. അപ്പൊ അതനുസരിച്ച് നമുക്ക് തരണം ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ വൺസ് അഗൈൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ ഫീൽഡ് സക്സീഡ് ചെയ്യാൻ. ഫൈനലി QSന് ഒരു ക്രിയേറ്റീവ് എലമെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കോസ്റ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയൊക്കെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് നമുക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് രീതിയിൽ നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ചില നെഗോഷിയേഷൻസിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓരോ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ബേസിക്കലി എങ്ങനെ കോസ്റ്റ് സേവ് ചെയ്യുക, നമുക്ക് കുറച്ചും കൂടെ ടൈം എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യും നമ്മൾ. ബട്ട് ഈ മോർ സോ ദാൻ ദാറ്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് അനലിറ്റിക്കൽ സ്കില്ലാണ്. കാരണം നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന നമ്പേഴ്സ് ആണ്, നമ്മൾ ചെയ്യണ കാൽക്കുലേഷൻസ് ആണ്, നമ്മൾ ചെയ്യണ കോസ്റ്റ് അനാലിസിസ് കാര്യങ്ങളാണ്. അപ്പൊ അതാവുമ്പോൾ നമുക്ക് നല്ല അനലിറ്റിക്കൽ സ്കില്ല് വേണം. അനലിറ്റിക്കൽ സ്കില്ലല്ല നമ്മൾ പ്രിഫർ ചെയ്യണം. നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമെന്നുണ്ടെങ്കിലും നമുക്ക് വൺസ് അഗൈൻ ഈ ഒരു ഫീൽഡ് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ക്വാണ്ടിറ്റി സർവേയറെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചാലഞ്ചസ് അവർ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? അപ്പോ നമ്മൾ ഫ്യൂച്ചർ ആയിട്ട് വരുന്ന കോസ്റ്റ് റിലേറ്റഡ് ചാലഞ്ചസ് അഡ്രസ് ചെയ്യുന്നത് വളരെ വൈറ്റലാണ്. കാരണം ലെറ്റ്സ് സേ നമ്മൾ കോസ്റ്റ് ഓവർ റൺ സംഭവിക്കണില്ല, നമ്മളെ പ്രൊജക്ട് വിത്തിൻ ബഡ്ജറ്റ് ആണ്, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഫ്യൂച്ചർ കോസ്റ്റ് റിലേറ്റഡ് ചാലഞ്ചസ് നമ്മൾ കൺസിഡർ ചെയ്താലേ നമുക്ക് ഇതേപോലെ നമുക്ക് അലൊക്കേറ്റഡ് ബഡ്ജറ്റിനുള്ള നമ്മൾ പ്രൊജക്ട് നിർത്താൻ പറ്റുള്ളൂ. പിന്നെ അതല്ലാണ്ട് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് റൈറ്റ് ടൈമിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് സേ നമ്മളിത് പ്രോപ്പർലി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്താൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്തെങ്കിലും റിസ്ക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് മിറ്റിഗേറ്റ് ചെയ്യാം. പിന്നെ അതല്ലാണ്ട് ഫൈനലി നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇത് ഇമ്പ്രൂവ് ചെയ്യണം. കാരണം വെച്ചാൽ നമ്മൾ എല്ലാ റിസ്ക്സും നമ്മൾ നേരിട്ട് കാണണം. ഫൈനാൻഷ്യലി പ്രോപ്പർ ഫോർകാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റിസ്ക് ഒക്കെ മുന്നോട്ട് കണ്ടിട്ട് നമ്മളത് മിറ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറലി നമ്മൾ വിത്തിൻ ബഡ്ജറ്റ് നമ്മൾ ഫിനിഷ് ചെയ്യും. വിത്തിൻ ദി അലൊക്കേറ്റഡ് ടൈം നമ്മൾ ഫിനിഷ് ചെയ്യും. നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പോകണം. ആൻഡ്
ആൻഡ് ലാസ്റ്റ്ലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അത് ക്ലയന്റിനായിട്ടുള്ള ട്രസ്റ്റ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യണം. കാരണം നമ്മൾ ലെറ്റ്സ് നമ്മളെല്ലാം ഫോർകാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ ട്രാൻസ്പാരന്റ് ആയിരിക്കും. നമുക്കൊന്നും ഐഡിയ ഇല്ല, നമ്മളെല്ലാം കറക്റ്റ് ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലയന്റിന് അത് കൺവേ ചെയ്യണം. അപ്പോൾ വൺസ് അഗൈൻ അത് ക്ലയന്റ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. നമുക്കൊന്നും ഹിഡൻ ആയിട്ടില്ല, നമ്മളെല്ലാം പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റഡ് ആണ്, നമ്മളെല്ലാം പ്രോപ്പർ ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഇന്ന കോസ്റ്റ് ആണ് വരുന്നത്, ഇന്ന റിസ്ക് ആണ് ഇതിൽ ഇൻവോൾവ് എന്നിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യുമ്പോൾ അത് ക്ലയന്റ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാം. അത് വൺസ് അഗൈൻ ഇറ്റ്സ് റോഡ് ടു ഫ്യൂച്ചർ വർക്ക്. ക്വാണ്ടിറ്റി സർവേയർക്ക് ടെൻഡറിംഗ് ആൻഡ് പ്രൊക്യൂർമെന്റ് ഫീൽഡിലുള്ള ഇൻവോൾവ്മെന്റ് എന്താണ്? ഇപ്പോ ആസ് എ QS ഇപ്പോ ടെൻഡറിംഗ് ആൻഡ് പ്രൊക്യൂർമെന്റ് ഫീൽഡിലും QS ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാം. അതിലിപ്പോ പ്രിപ്പറേഷൻ ഓഫ് ടെൻഡർ ഡോക്യുമെന്റ്സ് ഇൻവോൾവ് ആണ്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കും, മറ്റേ പ്രൊജക്ടിന്റെ സ്കോപ്പ് ഓഫ് വർക്ക് ഡിഫൈൻ ചെയ്യും, അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഡിഫൈൻ ചെയ്യും, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ആ പ്രൊജക്ടിനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യും. സെക്കൻഡ്ലി നമ്മൾ ഇതിന്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യും. അതപ്പോ നമ്മൾ നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉണ്ടാക്കുന്ന ടെൻഡറിന്റെ പ്രൈസിങ് റിയലിസ്റ്റിക് ആണ്, കോമ്പറ്റീറ്റീവ് ആണെന്നുള്ള കാര്യം നമ്മൾ മേക്ക് ഷുവർ ചെയ്യും. പിന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് അനാലിസിസ് ചെയ്യും. നമ്മളിപ്പോ ഈ എല്ലാ കോസ്റ്റുകളും, എല്ലാ എലമെന്റ്സും നമ്മൾ 1 by 1 നമ്മൾ അനലൈസ് ചെയ്തിട്ട്, ഇപ്പൊ മെറ്റീരിയൽ കോസ്റ്റ് ആണെങ്കിലും ലേബർ കോസ്റ്റ് ആണെങ്കിലും ലെറ്റ്സ് വേറെ എന്ത് വേരിയബിൾസ് ആണെങ്കിലും നമ്മൾ പ്രോപ്പർലി അനലൈസ് ചെയ്തിട്ട് നമ്മൾ ടെൻഡർ വൺസ് അഗൈൻ നമ്മൾ അനലൈസ് ചെയ്തിട്ട് മേക്ക് ഷുവർ ചെയ്യും അത് വിത്ത് മാർക്കറ്റ് സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ എന്നുള്ളത്. പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചില പാക്കേജസ് നമ്മൾ വെൻഡേഴ്സിന് കൊടുക്കും, അത് സബ് കോൺട്രാക്ടേഴ്സിന് കൊടുക്കും, സപ്ലയേഴ്സിന് കൊടുക്കും. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇവരെ ഈ സബ് കോൺട്രാക്ടേഴ്സിനെ സപ്ലയേഴ്സിനൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. നമ്മളെ പ്രൊജക്ടിന്റെ ബഡ്ജറ്റ് നമ്മുടെ പ്രൊജക്ടിന്റെ ടൈം ലൈൻ അനുസരിച്ച് നമ്മളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ പിന്നെ നാച്ചുറലി നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യും, അവരെ ബിഡ്സ് സബ്മിറ്റ് ചെയ്യും. അവരെ ബിഡ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളത് വൺസ് അഗൈൻ നമ്മൾ പ്രൊജക്ട് ബഡ്ജറ്റ് ആയിട്ട് അത് അലൈൻ ചെയ്യുന്നുണ്ടോ, നമുക്കത് അവർ തന്ന ബിഡ് വാല്യൂ ഫോർ മണി ഉണ്ടോ, നമ്മുടെ ടെൻഡർ റിക്വയർമെന്റ്സ് ആയിട്ട് അത് കംപ്ലൈ ചെയ്യുന്നുണ്ടോ, പിന്നെ വൺസ് അഗൈൻ അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ വൺസ് നമ്മളത് നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ മൈൻഡിലൊരു ലെറ്റ്സ് ഒരു സപ്ലയർ ഉണ്ടാവും, അല്ലെങ്കിൽ സബ് കോൺട്രാക്ടർ ഉണ്ടാവും. അപ്പോൾ അവരായിട്ട് അവരുടെ ടേംസ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രൊജക്ടിന് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ കോസ്റ്റ് അനുസരിച്ചും ടൈം ലൈൻ അനുസരിച്ച് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ നമ്മളത് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമ്മളത് ഫോർമലി ടെൻഡർ അവാർഡ് ചെയ്യും. നമ്മൾ മേക്ക് ഷുവർ ചെയ്യും എല്ലാ ലീഗൽ ആൻഡ് കോൺട്രാക്ച്വൽ പ്രൊസീജിയേഴ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുള്ളത്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ അവാർഡ് ചെയ്ത കോൺട്രാക്ട് മാനേജ് ചെയ്യണം. ത്രൂ ഔട്ട് ദ പ്രൊജക്ട് ലൈഫ് സൈക്കിൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇഷ്യൂ ചെയ്ത കോൺട്രാക്ട് അനുസരിച്ച് അത് കംപ്ലൈ ചെയ്യുന്നുണ്ടോ, നമ്മൾ പ്രോപ്പർ ആയിട്ട് പേയ്മെന്റ്സ് മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യും. ലാസ്റ്റ്ലി നാച്ചുറലി എല്ലാ പ്രോജക്ട്സിനും വരുന്ന റിസ്ക്സ് അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും കോസ്റ്റ് ഓവർറൺസ് വരാൻ സാധ്യതയുണ്ടോ, എന്തെങ്കിലും ഡിലേസ് വരാൻ സാധ്യതയുണ്ടോ, ക്വാളിറ്റി ഇഷ്യൂസ്, അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം, എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് കൂടെ നമ്മൾ ടെൻഡറിംഗ് ആൻഡ് പ്രൊക്യൂർമെന്റ് ഭാഗമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി വരും. പിന്നെ ഫൈനലി സസ്റ്റൈനബിലിറ്റിയും എത്തിക്സും ആണ്. ഇപ്പോൾ ലേബേഴ്സ് ഓൺ സൈറ്റ്, ആ ലേബേഴ്സിനെ നമ്മൾ കറക്റ്റ് പ്രോപ്പർ ആ കൺട്രിത്തെ ലേബർ ലോസ് അനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യണത്. നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ അവിടുത്തെ ബിൽഡിംഗ് സ്റ്റാൻഡേർഡ്സും ബിൽഡിംഗ് കോഡ്സും അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സസ് കാര്യങ്ങളൊക്കെ മേക്ക് ഷുവർ ചെയ്യലാണ് ഫൈനൽ സ്റ്റെപ്പ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് അതിൽ ഒരുപാട് വേരിയേഷൻസ് സംഭവിക്കാമല്ലോ. അപ്പൊ ആ വേരിയേഷൻസിനെ എങ്ങനെയാണ് ഒരു ക്വാണ്ടിറ്റി സർവേയർ ഹാൻഡിൽ ചെയ്യുന്നത്? വേരിയേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നാച്ചുറലി നമ്മൾ ആ വേരിയേഷൻ പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ സർട്ടൻ ഒരു വേരിയേഷന്റെ ആവശ്യമുണ്ട്, നമ്മൾ ഒറിജിനൽ കോൺട്രാക്ട് ഡോക്യുമെന്റ്സിന് ഒരു ചേഞ്ച് വരുന്നുണ്ട്, ഒറിജിനൽ പ്ലാൻ സ്പെസിഫിക്കേഷൻ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരുന്നുണ്ട്, നമ്മൾ പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്ത് അത് നമ്മൾ പ്രോപ്പർലി ഡീറ്റെയിൽഡ് ആയിട്ട് അസസ് ചെയ്യാന്നുള്ളത്. അതിന് ഇമ്പാക്ട് അസസ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ കോസ്റ്റ് വൈസ് എങ്ങനെ അതിന് ഇമ്പാക്ട് വരിക, നമ്മുടെ ഇനീഷ്യൽ സ്കോപ്പ് നമുക്ക് തന്നതിന് ഡിഫറൻസ് ആണ് വരുന്നത്, നമ്മുടെ ഇനീഷ്യൽ പ്രോജക്ട് ഷെഡ്യൂളിൽ നിന്ന് ഡിഫറൻസ് വരുന്നത് എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യാന്നുള്ളത്. പിന്നെ നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രോപ്പർലി ക്വാണ്ടിഫൈ ചെയ്യുന്നത്, ഡോക്യുമെന്റ് ചെയ്യുക, ക്വാണ്ടിഫൈ ചെയ്യുക. ഇപ്പൊ ലെറ്റ്സ് എനി അഡീഷണൽ വർക്ക് ഉണ്ട്, അപ്പൊ അതിന് എക്സാക്ട്ലി എത്ര വർക്കാണ് ഇത് വരുന്നത്, അതിന്റെ കോസ്റ്റും ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർലി കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പ്രൊജക്ടിന്റെ ബഡ്ജറ്റും ടൈം ലൈനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യാം. പിന്നെ നെക്സ്റ്റ്ലി നമ്മളിപ്പോ ഈ കാൽക്കുലേഷൻ ചെയ്ത് നമ്മൾ അപ്രൂവൽ വാങ്ങിക്കുക എന്നുള്ളത്. അതിപ്പോ നമ്മൾ ക്ലയന്റിന്റെ നിന്നായിരിക്കാം, നമ്മൾ പ്രൊജക്ട് മാനേജറിന്റെ നിന്നായിരിക്കാം. അപ്പൊ അവരുടെ നിന്ന് അപ്രൂവൽ വാങ്ങിക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പ്രോപ്പർലി ജസ്റ്റിഫൈ ചെയ്യണം ഈ ഒരു വേരിയേഷന്റെ ആവശ്യം എന്തുകൊണ്ടാണ്, ഇത് റിവൈസ്ഡ് കോസ്റ്റ് എത്രയാണ്, വൺസ് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ ഇമ്പാക്ട് എത്രയാണ് പ്രൊജക്ട് ഷെഡ്യൂൾ എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
അത് വൺസ് അഗൈൻ ഇത് കഴിഞ്ഞ് അപ്രൂവൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് എല്ലാം പ്രോപ്പർലി ഡോക്യുമെന്റ് ചെയ്യും. നമുക്ക് ഡ്രോയിങ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ സ്പെസിഫിക്കേഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരാം ഈ വേരിയേഷന്റെ ഭാഗമായിട്ട്. അപ്പോൾ അതൊക്കെ പിന്നെ വൺസ് അഗൈൻ പ്രോപ്പർലി ഡോക്യുമെന്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നെഗോഷിയേഷൻ സ്റ്റേജിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്ലയന്റിനായിട്ടായിരിക്കാം, നമുക്ക് സബ് കോൺട്രാക്ടർ ആയിട്ടായിരിക്കാം, സപ്ലയർ ആയിട്ടായിരിക്കാം, അപ്പോൾ വേറെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ ആയിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തിട്ട് വൺസ് അഗൈൻ നമ്മൾ ആ കോസ്റ്റ് വേരിയേഷൻ കോസ്റ്റ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കോസ്റ്റ് മാനേജ് ചെയ്യാനും പ്രൊജക്ട് ടൈം ലൈൻ പ്രോപ്പർ ആക്കാനുള്ള രീതിയിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. പിന്നെ ലാസ്റ്റ്ലി നമ്മളെ കോൺട്രാക്ട് വേരിയേഷൻ ഫൈനലൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളെ കോൺട്രാക്ട് സമ്മും നമ്മളെ കോൺട്രാക്ട് ഷെഡ്യൂളും നമ്മൾ റിവൈസ് ചെയ്തിട്ട് റിവൈസ് കോൺട്രാക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി സർവേയുടെ ഡിമാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആസ് വി ഓൾ ആർ ലിവിങ് ലൈക്ക് ഇൻ എൻ എറ ഓഫ് ടെക്നോളജി ആൻഡ് ഡിജിറ്റലൈസേഷൻ, അപ്പോൾ ഒരു ക്വാണ്ടിറ്റി സർവേയുടെ ഡിമാൻഡ് എത്രത്തോളം ചേഞ്ച് ആവുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ ഈ എറ ഓഫ് ദി അഡ്വെന്റ് ഓഫ് പുതിയ ടെക്നോളജി ആൻഡ് ഡിജിറ്റലൈസേഷൻ, ഇപ്പോൾ QSന്റെ ഒരു റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ്ലി ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് അല്ലെങ്കിൽ BIM, ഡിജിറ്റൽ പ്രോജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഇപ്പോൾ വൈഡ് സ്പ്രെഡ് ആണ്. അപ്പോൾ നമ്മുടെ റോളുകൾ തന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ റോളുകൾ തന്നെ ഇത് റീഷേപ്പ് ചെയ്യാണ്. ബേസിക്കലി നമ്മൾ ഇപ്പോൾ പ്രൊജക്ടിന്റെ പ്ലാനിങ് ആണെങ്കിലും എക്സിക്യൂഷൻ ആണെങ്കിലും അതിന്റെ മാനേജ്മെന്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആവണം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കൊളാബറേഷൻ കൂടുകയാണ്. ഇപ്പൊ നമ്മുടെ ഇൻപുട്സ് നമ്മളേന്ന് വേണ്ട ഇൻപുട്സ് കൂടുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും എല്ലാതും വിസിബിൾ ആണ്. ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും ലെറ്റ്സ് എ സൈറ്റിലുള്ള ടീമിന് എന്തെങ്കിലും ഇൻപുട്സ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചേഞ്ചസ് വരാനുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ കോസ്റ്റും കാര്യങ്ങളും മാനേജ് ചെയ്യാം. അപ്പോൾ എല്ലാതും ഇമ്മീഡിയറ്റ് ആണ്. അപ്പൊ നമുക്ക് അത്രയും കൊളാബറേഷൻ റിക്വയർഡ് ആയതുകൊണ്ട് നമ്മൾ പിന്നെയും എഫിഷ്യന്റ് ആവേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ഇത്ര ഇൻപുട്ട് ഉണ്ട്, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇൻപുട്ടിനനുസരിച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. നമ്മൾ എഫിഷ്യന്റ് ആയിരിക്കണം, വളരെ ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പോ അതല്ലാണ്ട് ലെറ്റ്സ് ഈ ടൂളുകൾ നമുക്ക് പ്രൊജക്ട് ഫോർകാസ്റ്റിംഗിനാണെങ്കിലും ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള കോസ്റ്റ് അനാലിസിസ് ചെയ്യാനാണെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് ഉണ്ടാകും. ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരികയാണ് ഇത്ര ടെക്നോളജി നമ്മുടെ കയ്യിൽ ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് ഇപ്പൊ ഈ ഒരു പുതിയ ഏജിൽ നമുക്ക് സസ്റ്റൈനബിലിറ്റി ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എൻവയോൺമെന്റ് കൺസിഡർ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ അസസ്മെന്റ്സ് ചെയ്യാനും ഈ ലെറ്റ്സ് ഇങ്ങനത്തെ ഒരു BIM അറ്റ്മോസ്ഫിയറിൽ നമുക്ക് പറ്റും. അപ്പോൾ അതും വൺസ് അഗൈൻ അത് മേക്ക് ഷുവർ ചെയ്യണതും നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വൺസ് അഗൈൻ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സും കോംപ്ലക്സ് ആണ്, കാരണം നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് കോംപ്ലക്സ് ആവാണ്. വൺസ് അഗൈൻ ഈ ടെക്നോളജി ഒക്കെ ഉള്ളതുകൊണ്ട് ഇൻഡസ്ട്രി തന്നെ നമ്മളേന്ന് ഡിമാൻഡ് ചെയ്യണം, നമ്മൾ എഫിഷ്യന്റ് ആയിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം. അപ്പൊ നമ്മുടെ റോൾ അത്രയും കൂടി ഇമ്പോർട്ടന്റ് ആവണം. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് തന്നെ ലെറ്റ്സ് ടെക്നോളജി, പുതിയ ടെക്നോളജി ആണെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർസിനായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യണം, നമ്മളത് വർക്ക് ചെയ്യാൻ പഠിക്കുകയും ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് റെഗുലേഷൻസും സ്റ്റാൻഡേർഡ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ക്വാണ്ടിറ്റി സർവേർ അതൊക്കെ കംപ്ലീറ്റ്ലി പാലിക്കുന്നുണ്ട് എന്ന് എങ്ങനെയാണ് കൺഫേം ചെയ്യുക അല്ലെങ്കിൽ എൻഷുർ ചെയ്യുക? ഒരു ക്വാണ്ടിറ്റി സർവേറിന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ആണ് അവരെവിടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. അവിടുത്തെ റെലവെന്റ് ലോസ് ആണ്, ബിൽഡിംഗ് കോഡ്സ്, ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളത്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാന്ന് മാത്രമല്ല, കാരണം അതിൽ ചേഞ്ചസ് വരും എന്ന് കരുതിയിട്ട് കോൺസ്റ്റന്റ്ലി ആയിട്ട് അത് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോജക്ട് പ്ലാൻസോ സ്പെസിഫിക്കേഷൻസോ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ചെയ്തിട്ട് എല്ലാ ആസ്പെക്ട്സും ഇപ്പൊ നമ്മൾ ഈ നേരത്തെ പഠിച്ചിട്ട് ബിൽഡിംഗ് കോഡ്സ് ആയിട്ടാണെങ്കിലും ലോസ് ആയിട്ടാണെങ്കിലും കംപ്ലൈ ചെയ്യുന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഇപ്പോൾ ഇൻ മെനി കേസസ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ ചില സെൻസിറ്റീവ് ഏരിയാസിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ റെഗുലേറ്ററി ടേംസോ അല്ലെങ്കിൽ എല്ലാ നമുക്ക് എന്തൊക്കെ ലീഗലി കംപ്ലൈ ചെയ്യണം നമുക്ക് 100% അറിയണമെന്നില്ല. ബട്ട് അങ്ങനെ ആകുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ലീഗൽ ടീമുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ആ കൺസേൺ അതോറിറ്റീസിനായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കംപ്ലയൻസ് ലാൻഡ്സ്കേപ്പ് നമ്മൾ എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പോൾ വൺസ് അഗൈൻ ലൈക്ക് ഐ സെഡ്, നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്നില്ല, ബട്ട് നമ്മളത് റൈറ്റ് ആൾക്കാരെടുത്ത് റീച്ച് ഔട്ട് ചെയ്തിട്ട് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം നമ്മുടെ പ്രൊജക്ട് പ്ലാൻസ് ആണെങ്കിലും സ്പെസിഫിക്കേഷൻസ് ആണെങ്കിലും ഒക്കെ ഈ സ്റ്റാൻഡേർഡ്സിനായിട്ട് അധിയർ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ഇപ്പോൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയുടെ എന്താ പറയുക ഡിജിറ്റലൈസേഷന്റെ ഏജിൽ ഇപ്പോൾ സോഫ്റ്റ്വെയർസ് തന്നെ ഉണ്ട്. ഇപ്പൊ നമുക്ക് കംപ്ലൈൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഫോർ എക്സാമ്പിൾ അത് നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടുത്തെ ബിൽഡിംഗ് കോഡ്സോ ബിൽഡിംഗ് ലോസോ സ്റ്റാൻഡേർഡ്സോ അനുസരിച്ച് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡ്രോയിങ് ലെറ്റ്സ് നമ്മൾ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും പിന്നെ സംഭവങ്ങളായിട്ടാണ് കംപ്ലൈ ചെയ്യാത്തത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പ്രോപ്പർലി റിവൈസ് ചെയ്യണം. അപ്പോ നമുക്ക് ഈ സോഫ്റ്റ്വെയർസിലൂടെ നമുക്ക് ഫർദർ ഇൻഷുർ ചെയ്യാം എല്ലാ റെഗുലേഷൻസും എല്ലാ സ്റ്റാൻഡേർഡ്സിനായിട്ട് നമ്മൾ കംപ്ലൈ ചെയ്യുന്നത്. പ്രൊജക്ട് ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷനിൽ ഒരു ക്വാണ്ടിറ്റി സർവേ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇപ്പോ നമ്മുടെ QS റോളിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് തന്നെ സത്യം പറഞ്ഞാൽ കുറെയൊക്കെ നമ്മുടെ പ്രൊജക്ട് ബഡ്ജറ്റ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ അതിലൂടെ തന്നെ പറ്റും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറലി നമ്മളൊരു കോസ്റ്റ് അനാലിസിസ് ചെയ്യും, നമ്മൾ വാല്യൂ എഞ്ചിനീയറിംഗ് ചെയ്യും. അപ്പോൾ
നമ്മളെ പ്രൊജക്ടിന്റെ ക്വാളിറ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്യാണ്ട് എങ്ങനെ നമുക്ക് കോസ്റ്റ് സേവിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ നാച്ചുറലി നമ്മുടെ റോളിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ലെറ്റ്സ് നമ്മള് എല്ലാ നമ്മൾ കോസ്റ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാ എക്സ്പെൻസസ് അസോസിയേറ്റഡ് വിത്ത് പ്രൊജക്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ അത് മെറ്റീരിയൽ ആവാം, ലേബർ ആവാം, എക്വിപ്മെന്റ് ആവാം, ബാക്കിയുള്ള ഓവർ ഹെഡുകളൊക്കെ ആവാം. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് വൺസ് അഗൈൻ നമുക്ക് എവിടെയൊക്കെ നമ്മൾ കറന്റ്ലി നമുക്കിപ്പോ ലേബറിലാണെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണ് നമുക്ക് കോസ്റ്റ് ഓവർ വരുന്നത്, അതൊക്കെ നമുക്ക് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, നമ്മൾ പ്രോപ്പർലി അനലൈസ് ചെയ്യാം. കോസ്റ്റ് അനാലിസിസ് നടത്തുകയാണ്. നമ്മൾ മുമ്പ് ചെയ്ത പ്രോജക്ട്സ് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഡേറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ പ്രോപ്പർലി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുത്താൻ പറ്റണം എന്നുള്ളത്. അതല്ലാണ്ട് ഇപ്പോ വാല്യൂ എഞ്ചിനീയറിംഗ് നമുക്ക് ചെയ്യാം. വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോജക്ട് വാല്യൂ ഡിമിനിഷ് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രൊജക്റ്റിൽ നമുക്ക് കോസ്റ്റ് സേവിങ്സ് വരും. അതെങ്ങനെ വെച്ചാൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻ സൊല്യൂഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം, വേറെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഉണ്ടാവും. അപ്പോൾ മേ ബി നമ്മൾ വിചാരിക്കണേക്കാളും കൂടുതൽ പ്രൊജക്ട് പെർഫോമൻസ് കിട്ടുന്നത് മാത്രമല്ല, നമ്മുടെ പ്രൊജക്ട് ടൈം ലൈൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിന്റെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കോസ്റ്റ് അനാലിസിസ് ചെയ്യണം, നമ്മൾ പ്രോപ്പർലി കോസ്റ്റ് എസ്റ്റിമേഷൻ ചെയ്യണം, നമ്മൾ ലെറ്റ്സ് എല്ലാ വേരിയബിൾസും നമ്മൾ കൺസിഡർ ചെയ്യാണ്. അത് നമ്മൾ ഫാർ ആൻഡ് വൈഡ് നമ്മൾ സെർച്ച് ചെയ്യണം. ഇപ്പൊ നമ്മൾ സർട്ടൻ പാക്കേജസ് പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ പ്രോപ്പർ സബ് കോൺട്രാക്ടേഴ്സ് ആരാണ്, പ്രോപ്പർ സപ്ലൈസ് ആരാണ്, നമ്മൾ ക്ലിയർ ആയിട്ട് റീസെർച്ച് ചെയ്ത് അവരായിട്ട് പ്രോപ്പർലി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വൺസ് അഗൈൻ നമുക്ക് പ്രോപ്പർലി ഇത് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ ബഡ്ജറ്റ് കോസ്റ്റ്. വൺസ് അഗൈൻ മാർക്കറ്റ് ട്രെൻഡ്സ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എവിടേക്കാണ് കോസ്റ്റ് കൂടുന്നത്, എവിടേക്കാണ് നമുക്ക് എന്തൊക്കെ ലൈനിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്താലാണ് നമുക്ക് സേവിങ്സ് കിട്ടാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു QS ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഫീൽഡുകളാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർലി അത് എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് ആ വാല്യൂ നമുക്ക് ഒരു പ്രൊജക്റ്റിന് ആഡ് ചെയ്യാൻ പറ്റുന്നതും അതിനനുസരിച്ച് നമുക്ക് കോസ്റ്റ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും.